ഹലോ ഗൈസ്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചില കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളൊരു ട്രിപ്പായിരുന്നു തുർക്കിയിലേക്കുള്ള ഈ ട്രിപ്പ്. എന്തായാലും 7 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. ഇ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇ വിസ 10 മിനിറ്റിനുള്ളിൽ ഇ വിസ കിട്ടി ട്ടോ. നിങ്ങൾക്ക് ഇ വിസ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടേ എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ഈസി ആയിട്ടുള്ള സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ഇ വിസ എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഒരു 2:00 ഈവനിങ്. നമ്മൾ ഓൾറെഡി പാക്കേജ് എടുത്തിട്ടാണ് പോയത്. നമ്മൾ നാടോടി ഹോളിഡേയ്സിൻ്റെ പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 ഡെസ്റ്റിനേഷനാട്ടോ നമുക്കുണ്ടായിരുന്നത് മെയിനായിട്ടും. കപ്പഡോഷ്യയും ഈസ്റ്റാംബുളും. നമ്മുടെ ഫസ്റ്റ് 2 ഡേയ്സ് ഈസ്റ്റാംബുളിലും സെക്കൻഡ് 2 ഡേയ്സ് കപ്പഡോഷ്യയിലുമായിരുന്നു. നമ്മൾ ഈസ്റ്റാംബുളിലെത്തി. നമ്മൾ പാക്കേജ് എടുത്ത കാരണം കൊണ്ട് നമുക്ക് ട്രാവലിങ്ങിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നു. അവർ തന്നെ നമുക്ക് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേ വരുന്നത് ഗലാട്ടായിലായിരുന്നു. അതും നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ നമ്മൾ ഗലാട്ടയിലെത്തി. അവിടുന്ന് നേരെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്തു. നമ്മൾ ഓൾറെഡി നല്ല വിശന്നാണ് വന്നത്. നമ്മൾ അവിടുത്തെ കബാബ് പോലത്തെ ഒരു സംഭവം അത് ട്രൈ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിൽ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം എത്തി. മോർണിംഗിൽ ചുമ്മാ ഹറിബറി ആവണ്ടല്ലോ.